കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എലക്ഷൻ കഴിയുകയുണ്ടായി. മെയ് 4 റിസൾട്ട് വരും. ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് UDFും കോൺഗ്രസും തിരിച്ചു വരുമെന്നാണ്. UDFും കോൺഗ്രസും അങ്ങനെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് എല്ലാവിധ അർഹതയും അവകാശവുമുണ്ട്. ഉപമുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയോടൊപ്പം കൂടി ചേർന്ന ഉപമുഖ്യമന്ത്രി. ഇതെന്തുകൊണ്ട് പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം സാമുദായിക സമവാക്യങ്ങൾ ആണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനിയും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയണേ, അവർ ഒരു പക്ഷേ ദേ ആർ ലിവിങ് അണ്ടർ ദി റോക്ക് എന്നൊക്കെ പറയാറുണ്ട്. അവരേതെങ്കിലും ഒരു പാറയുടെ അടിയിൽ ജീവിക്കുന്നവരായിരിക്കും എന്ന്. ഞാൻ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാറിനെ കുറിച്ചിട്ട പോസ്റ്റ് ഏഷ്യാനെറ്റും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് രാഹുൽ ഈശ്വർ. PK കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ. ജന്മഭൂമി വിമർശിച്ചു കൊടുത്തിരിക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി, മുസ്ലിം ലീഗിന് ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി പദവും കിട്ടാൻ ലീഗിനേക്കാൾ താല്പര്യം രാഹുൽ ഈശ്വറിന് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സംഘ സുഹൃത്തുക്കൾക്ക് എപ്പോഴാണ് നേരം വെളുക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് റിയാലിറ്റി. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിരുന്ന ആൾ മഹാത്മാഗാന്ധിയാണ്. അന്ന് പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗ്, നമ്മുടെ മുസ്ലിം ലീഗ് അല്ല, പാകിസ്ഥാൻ്റെ വളർച്ചയിലേക്ക് എത്തിച്ച മുസ്ലിം ലീഗ് ജിന്ന തലവനാകുകയും ശക്തനാകുകയും മുസ്ലിം വോട്ടുകൾ സമാഹരിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ മഹാത്മാഗാന്ധി മൗലാന അബുൽ കലാം ആസാദിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുക. അതിലൂടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കൊടുത്ത സന്ദേശം, നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം നേതാവായ ജിന്ന പന്നിയിറച്ചി കഴിക്കുന്നവനാണ്, മദ്യപിക്കുന്നവനാണ്, ഇസ്ലാമിക വിശ്വാസമില്ലാത്ത ആളാണ്, പല ആൾക്കാരും എത്തീയിസ്റ്റാണ് ജിന്ന എന്ന് പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ജിന്ന കല്യാണം കഴിച്ചതുപോലും മുസ്ലിമിനെ അല്ല. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജിന്നയ്ക്കുള്ളിലുണ്ട്. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള മൗലാന അബുൽ കലാം ആസാദ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ്, രാജ്യസ്നേഹിയാണ്, മതസൗഹാർദ്ദവാദിയാണ്, പരിശുദ്ധ മക്കത്ത് ജനിച്ചതാണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ UDF ഉണ്ടാക്കിയ ശ്രീ K കരുണാകരൻ ഇതേപോലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മതസമുദായങ്ങളെ ഒരുമിപ്പിക്കുകയാണ് ശ്രീ കരുണാകരൻ ചെയ്തത്. നായർ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യമുള്ള NDP, ഈഴവ സമൂഹത്തിൻ്റെ SRP, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കേരള കോൺഗ്രസ്സുകൾ, മുസ്ലിം ലീഗ്, ഇവരെയെല്ലാം ഒന്നിച്ചാണ് ഇന്നത്തെ UDF എന്ന സംവിധാനം ലീഡർ ഉണ്ടാക്കിയത്. ലീഡർ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ വിശ്വാസിയായിരുന്നു, അയ്യപ്പൻ്റെ വിശ്വാസിയായിരുന്നു, എല്ലാ സർവ്വമത ആദരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ലീഡർ ആ ഒരു ഗാന്ധിയൻ ലൈൻ കഴിയുന്നത്ര പിടിക്കാൻ ശ്രമിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ പോസിറ്റീവ് സാധനം വേണം. അപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത തവണ കോൺഗ്രസും UDFും വരികയാണെങ്കിൽ ഒരു നായർ ഹിന്ദു മുഖ്യമന്ത്രി ആയിരിക്കും ഉണ്ടാകുക. ശ്രീ VD സതീശനാണെങ്കിൽ നെഹ്റുവിയൻ ലെഫ്റ്റ് നായരാണ്. രമേശ് ചെന്നിത്തലാജി വന്നാൽ ഗാന്ധിയൻ റൈറ്റ് നായരാണ്. രമേശ് ചെന്നിത്തലാജി സ്വയം ഗാന്ധിയൻ റൈറ്റ് എന്ന് പറയൂല, എന്നിരുന്നാലും ഗാന്ധിയൻ റൈറ്റ് നായരാണ്. വിശ്വപൗരൻ നായരാണ് ശ്രീ ശശി തരൂർ. ശ്രീ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ദേശീയ തലത്തിലുള്ള ഏറ്റവും സ്വാധീനമുള്ള നായർ സമുദായ അംഗമാണ്. അപ്പോൾ ഇവർക്കൊക്കെയാണ് കൂടുതൽ ചാൻസ് വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം അതിന് ബാലൻസ് ആയിട്ട് ഒരു നായർ ഹിന്ദു മുഖ്യമന്ത്രിയും അതോടൊപ്പം മുസ്ലിം ഉപമുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും വിദ്യാഭ്യാസവും ഫിനാൻസും ഒക്കെ ക്രിസ്ത്യൻ സമൂഹത്തിനും അങ്ങനെ ഒരു ബാലൻസാണ്. അതോടൊപ്പം കോൺഗ്രസിൽ വേണ്ട രീതിയിൽ ഈഴവ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കൾ, ശ്രീനാരായണീയ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ കുറേ കൂടി വേണം. അങ്ങനെയുള്ളവരുണ്ട്, പക്ഷേ കുറേ കൂടി വേണം. അതോടൊപ്പം ഹിന്ദു പിന്നോക്ക പ്രാതിനിധ്യവും വേണം. ഇങ്ങനെ ഒരു ബാലൻസിലാണ് പോകുന്നത്. ഇങ്ങനെ അല്ലാത്ത ഒരു ഐഡിയൽ കഴിവ് മാത്രം നോക്കിയെടുക്കുന്ന മന്ത്രിസഭ വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അത് സിനിമകളിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് മറ്റുമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരണം. എന്നാൽ മാത്രമേ ആ ബാലൻസിലൂടെ മാത്രമേ അത് മുമ്പോട്ട് പോകാൻ കഴിയൂ. കാരണം മുമ്പ് നമ്മുടെ മഹാനായ ശ്രീ CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ജയന്തി അടക്കം അവധിയാക്കുന്നത്. എല്ലാ സമുദായങ്ങളെയും ചേർത്ത് കൊണ്ടുപോകുന്നൊരു ശ്രീ CH മുഹമ്മദ് കോയ മോഡൽ പോലുള്ള കാര്യങ്ങളുണ്ട്. ശ്രീ ശശി തരൂറൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടാകട്ടെ. ഒരു നായർ ഹിന്ദു മുഖ്യമന്ത്രി, മുസ്ലിം ഉപമുഖ്യമന്ത്രി, ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി, ക്രിസ്ത്യൻ വിദ്യാഭ്യാസ ഫിനാൻസ് മന്ത്രിമാർ, അതോടൊപ്പം ഈഴവ സമൂഹത്തിന് ശക്തമായ സാന്നിധ്യം, പുലയ അടക്കമുള്ള എല്ലാ സമുദായങ്ങൾക്കും സാന്നിധ്യം. ഇതോടൊപ്പം ഈ മതസൗഹാർദ്ദ ലൈനാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് എത്തും. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാറിനെ അങ്ങനെ ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൻ്റെ താക്കോൽ കൊടുക്കലാണ്. ഒരിക്കൽ മാത്രമേ ഒരു മുസ്ലിം സഹോദരൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ളൂ. അത് ശ്രീ CH മുഹമ്മദ് കോയ. അതേപോലെ ആഭ്യന്തരമന്ത്രി കൂടിയ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു.